നമുക്ക് ഈ വടുകപ്പുളി നാരങ്ങ ഉണ്ടല്ലോ അച്ചാറിട്ടാലോ? നമ്മൾ വടുകപ്പുളി നാരങ്ങയാണ് അച്ചാറിടാൻ പോണത്. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കുറച്ച് കാന്താരി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മുളക് പൊടി ചേർത്തല്ല വെക്കുന്നത്. അതിനാവശ്യത്തിന് ഉള്ള എരിവിന് വേണ്ടി പച്ചമുളക് ഇച്ചിരി അധികം എടുക്കണം. ഇതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കാന്താരിമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അത് പൊട്ടും. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. വറ്റൽമുളക്, നന്നായിട്ട് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കളർ മാറി വന്നേക്കണുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് വിനാഗിരി ഉപയോഗിക്കുന്നില്ല. വിനാഗിരി ചേർക്കാത്ത വടുകപ്പുളിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നാരങ്ങ അധികം വെന്ത് പോകരുത്. നമുക്കിനി കായം ചേർത്ത് കൊടുക്കാം. കായം ഇച്ചിരി അധികം ചേർക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അധിക നേരം ഗ്യാസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് അലുത്ത് പോവും. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കുപ്പിയിലേക്കോ എടുത്ത് മാറ്റി സൂക്ഷിച്ച് വെക്കാം.